ബന്ധുനിയമന വിവാദത്തിൽ ഇ.പി. ജയരാജനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് വി.എസ്. അച്യുതാനന്ദൻ നിലപാട് പരസ്യമാക്കിയത്. നിയമനങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വി.എസ്. കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു. അതേ സംബന്ധിച്ച് ഗവൺമെൻറ് ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികൾക്ക് എതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബന്ധുനിയമനം സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയോ എന്ന ചോദ്യത്തിന് അല്പനേരം നീണ്ട മൗനത്തിനു ശേഷമായിരുന്നു വി.എസിന്റെ മറുപടി. ഈ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് അത് മോശമായോ? സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മോശമായിട്ടുണ്ടോ? സംശയമില്ല. ബന്ധുനിയമനത്തിൽ പ്രതിപക്ഷം വ്യവസായ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ നടപടി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അഴിമതിക്കും ഉദ്യോഗസ്ഥ വീഴ്ചകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന മുഖ്യമന്ത്രിയുടെ ഭരണത്തിലാണ് ഒരു മന്ത്രി യോഗ്യത പോലും നോക്കാതെ സ്വന്തം ബന്ധുക്കളെ സുപ്രധാന തസ്തികകൾ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില്ലറ നടപടികളോ മിനുക്കുപണി നാടകങ്ങൾ കൊണ്ടോ തീർക്കാവുന്ന പ്രതിസന്ധിയല്ല സർക്കാരും അതിനെ നയിക്കുന്ന CPM-ഉം അഭിമുഖീകരിക്കുന്നത്. ബോണ്ട് വിവാദം, പ്ലീനം, പരസ്യവിവാദം തുടങ്ങിയ സംഭവങ്ങളിൽ പാർട്ടി തന്നെ ജാഗ്രത കുറവ് കണ്ടെത്തിയ ഇ.പി. ജയരാജൻ ഭരണത്തിലും അതിനേക്കാൾ ഗുരുതരമായ പിഴവ് ആവർത്തിക്കുകയാണ്. പിഴവുകൾ കൂടിയ അളവിൽ തുടരുന്ന ജയരാജനെതിരെ കടുത്ത സംഘടനാ നടപടി വേണമെന്ന ആവശ്യം ഇക്കാരണത്താൽ പാർട്ടി നേതൃത്വത്തിന് തള്ളാനാവില്ല. ബോണ്ട് വിവാദത്തിൽ സംരക്ഷണ കവചമൊരുക്കിയ വിഭാഗീയതയുടെ ആനുകൂല്യം ഇപ്പോഴില്ല താനും. അപ്പോൾ നടപടിയെടുക്കാൻ നേതൃത്വം ആർജവം കാണിക്കുമോ എന്നത് മാത്രമാണ് പ്രശ്നം. 4 മാസം പ്രായമായ സർക്കാരിനെ പ്രതിച്ഛായ നഷ്ടത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് ഇ.പി. ജയരാജൻ എന്ന മന്ത്രിയാണ്. ഇതിൻ്റെ പേരിൽ ജയരാജനെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പാർട്ടിയിലും ഭരണത്തിലും ജയരാജൻ്റെ സംരക്ഷകനായി അറിയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് മേൽ ഇത് സമ്മർദ്ദമേറ്റും. പുറത്താക്കിയാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കേരളം കാതോർക്കുകയാണ്. സ്വജനപക്ഷപാതം എന്ന് നിസ്സംശയം പറയാവുന്ന മന്ത്രിയുടെ ഈ നിയമനങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം വിജിലൻസ് മുന്നിലും എത്തിയിട്ടുണ്ട്. അഴിമതിയോട് സീറോ ടോളറൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ജേക്കബ് തോമസിൻ്റെ ഇക്കാര്യത്തിലെ നിലപാടും രാഷ്ട്രീയ ആകാംക്ഷയാകുന്നു. ആർ. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ മുഴുവൻ നിയമനങ്ങളും റദ്ദാക്കുകയും ഈ അഴിമതി നടത്തിയ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ഭൂഷണമായിട്ടുള്ളത്. വ്യവസായ മന്ത്രി ഇ.പി. ജയരാജനെ തലസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ തയ്യാറാകണം. അതാണ് അഭികാമ്യമായിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം പറയുന്നത് ഈ വിഷയത്തിൽ അവർക്കുള്ള വിയോജനക്കുറിപ്പ് സത്യസന്ധമാണെങ്കിൽ ഇ.പി. ജയരാജനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അത് സംബന്ധിച്ച് അവർ ആവശ്യമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി അത് സംബന്ധിച്ച് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉയർന്നു വന്നിട്ടുള്ള ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ നടപടി കേരളത്തിൽ സ്വീകരിക്കുന്നതാണ്. അല്ല, ഇത് ഇടപെടേണ്ട കാര്യമില്ല. കേരളത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അല്ല, ഇത് സംബന്ധിച്ച് ആവശ്യമായ നടപടികൾ കേരളത്തിൽ സ്വീകരിക്കുമേ.